എന്റെ തങ്കച്ചേട്ടനല്ലേ എന്നെ അടിച്ചത്, എനിക്ക് കുഴപ്പമില്ല. നിന്റെ തന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എനിക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ആ ഇഷ്ടം ഇവിടെ വെച്ച് പോയി. അയ്യോ അയ്യോ എന്റെ അരി വേവൂല. ചേട്ടന്റെ അടുത്ത് പറ, ഇനിയർ അടുത്ത് മാറ്റി. കേട്ടാ. ഹലോ ഹലോ, പരിപാടിയിലുള്ള സാധന ജംഗമ വസ്തുക്കൾ ഇളക്കാൻ ആർക്കും അവകാശമില്ല. ചേട്ടാ ചേട്ടാ, ഞാൻ ചോദിക്കാം, ഈ മെഷീൻ എടുത്ത് മാറ്റാൻ പാടില്ല, ഈ ആളുകളെ തന്നെ മാറ്റാലോ? പിന്നെ തീർച്ചയായിട്ടും മാറ്റണം. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കണം ആരാണെങ്കിലും ശരി. ഞാൻ അവർക്ക് മുട്ടയിൽ കൂടോത്രം ചെയ്യും. ഇതുവരെ എന്റെ ലൈഫിൽ ഞാൻ മുട്ടയിൽ കൂടോത്രം ചെയ്തിട്ടില്ല. ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ നടത്തും. അപ്പൊ ഞാൻ കേൾക്കില്ല. നമ്മുടെ കൂടെ ഓടും, നിക്കും, പക്ഷെ കാലില്ല. എന്താ? ഇന്നൊരിടത്ത് മാറ്റിയാണ്. ഇതിന് ഉത്തരം പറഞ്ഞ ഞാൻ അടിക്കും. പറഞ്ഞു. നമ്മുടെ കൂടെ ഓടും, നിക്കും, പക്ഷെ കാലുകളില്ല. നിഴല്. അല്ല അല്ല അല്ല, എന്താ നിഴല് നമ്മളോട് ഓടൂല? ഓടുന്നില്ലേ? എവിടെ നിഴല്? നിങ്ങൾ നിഴല് നിങ്ങൾ കൂടെ നിങ്ങൾ ഓടിക്കുക, കാണിച്ച് ഓടും. ഞങ്ങളുടെ കൂടെ ഓടും, നിക്കും, പക്ഷെ കാലുകളില്ല. ക്ലോക്ക്. അല്ല ചേച്ചി, അടിച്ച് വെറുതെ അടിച്ച്. അപ്പൊ ക്ലോക്ക് അല്ല. അതെങ്ങനെ ക്ലോക്ക് വരുന്നത്? നമ്മുടെ കൂടെ ക്ലോക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന. പറയട്ടെ, നമ്പർ പ്ലേറ്റ്. നമ്പർ പ്ലേറ്റ്. നമ്പർ പ്ലേറ്റ്. ആ ഉത്തരം തെറ്റാണ്. നമ്പർ പ്ലേറ്റ് നമ്മള് കാറിലിരിക്കുമ്പോ കാറിന്റെ കൂടെ നമ്പർ പ്ലേറ്റ് ഓടുമായിരിക്കും, പക്ഷെ നമ്മൾ അതിനകത്ത് ഓടുമല്ല, നമ്മൾ അതിനകത്തിരിക്കുകയാണ്. അതാണ് ഈ ഉത്തരം തെറ്റായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ നിഴലിന്റെയും ആ ക്ലോക്കിന്റെയും കാര്യം പറഞ്ഞപ്പോ പെർമിഷൻ ഇല്ലാണ്ട് ഒരു അടിയും കൂടെ തങ്കു അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും സമയം വേസ്റ്റ് ആക്കിയതിനും എഡിറ്റർമാരെ പണി കൂട്ടിയതിനും ആ കുട്ടി അടിക്കുന്നു. നമുക്കിനി ഷോ ഡയറക്ടറിനോട് ചോദിക്കാം. ചേട്ടാ പറയട്ടോ. ചേട്ടൻ ഒന്ന് അനു ഒരു കാര്യം ചെയ്യോ, അവിടെ പോയിരി. ഞാനിനി സ്റ്റാർ മാജിക്കില് വരില്ലെന്ന്. വരില്ലേ? ശരിക്കും അമ്മ സദ്യയുടെ വരില്ലെന്നാ? അനു ഒരു തമാശയല്ലേ? അനു നിന്റെ കിട്ടുണ്ണി മാമനാണ് പറയുന്നത്. കരയല്ലേ മോളെ, കരയല്ലേ. ഞാൻ തങ്കച്ചേട്ടനാണ് ഇപ്പൊ അടിച്ചിരുന്നെങ്കിൽ തങ്കച്ചേട്ടൻ പറയൂല ചെവിയിൽ. ഞാൻ ഇവിടെ വിളിച്ച് പറയുമല്ലോ. ഇവിടെ വരൂ, തങ്കൂടെ വരൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, തങ്കു എന്തിനായിരുന്നു അനുവിനെ തല്ലിയത്? അടിച്ചിട്ട് പോകാനുള്ള എന്നെ പിടിച്ചൂടെ നിർത്തി ഞങ്ങളുടെ സമയം വെറുതെ കളഞ്ഞു. അതിനൊരു അടി. എന്റെ കിട്ടുണ്ണി ചേട്ടൻ പറഞ്ഞാണ്, എന്റെ കമ്പനി പറഞ്ഞു അടിക്കാൻ. ഹലോ അനു, കഥാപ്രസംഗം നടത്തിയാൽ ഇനിയും അടി കിട്ടുമെന്ന് കമ്പനി അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇടയില് കമ്പനി തങ്കുവിനോട് പറഞ്ഞിട്ടില്ല അടിക്കാനായിട്ട്. കമ്പനി പറഞ്ഞു. എന്ത് പറഞ്ഞു? കമ്പനി പറഞ്ഞെന്ന് പറയാൻ കാരണം പറഞ്ഞാൽ നമ്മളെ സമയം വെറുതെ കളയരുത്. ബാക്കി എത്ര പേര് അവർക്ക് ശിക്ഷ കൊടുക്കാതിരിക്കും. ഞങ്ങൾ